യോ ഗൈസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് കത്തനാറിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിരിക്കുകയാണ് ഗൈസ്. എന്തൊരു ടീസർ ട്രെയിലറാണ്. അപ്പോൾ വലിയ റിലീസ് എടുക്കാൻ സമയമായി. എനിക്ക് തോന്നുന്നു ഓണത്തിന് ഇപ്പോഴേ കുറേ പടം ഉണ്ടാവും. അവന് ഓണത്തിന് ഇറക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിഷു ലോക്കായി. പിന്നെ മെയ് ഇല്ല, ജൂണും ജൂലൈ ഒക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അവരെപ്പോൾ ഇറക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇനിയും കുറേ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടാവും. ഇത് ഒരു ബാങ്കർ പൊട്ടിക്കാനായി 2 മിനിറ്റ് 58 സെക്കൻഡോളം ട്രെയിലർ ഉണ്ട്. ട്രെയിലർ കണ്ടു നോക്കാം. എന്തായാലും റോജിൻ തോമസ് നമ്മുടെ ഹോമും ഫിലിപ്സ് ആൻഡ് മങ്കിപ്പനൊക്കെ ഡയറക്റ്റ് ചെയ്ത മച്ചാനാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ ഗോകുലം ഗോപാലനാണ്. ജയസൂര്യ, അനുഷ്ക ഷെട്ടി. കണ്ടുപോകാം. ലെറ്റ്സ് വാച്ച്. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായി വിനീത് കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ നമ്പരുതില്ല. അവബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വലിയവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. എന്നാ ഫ്രെയിംസ് ആണാ. ഓ മിഷനറി പ്രൊഡ്യൂസർ ഗോകുല ഗോപാലൻ. രാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തുക്കൾ. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. കൈവിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും വരും. മണിന്റെ ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപെടുത്തി. പറയുന്നത് വിശ്വസിക്കുക. ആപത്തിലാണ്. ഓ ജയസൂര്യ, അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, സനൂപ് സർ. ഓ സനൂപ് ഉണ്ടല്ലോ. സാൻഡി മാസ്റ്റർ, ദേവിക, ഏളാ എപ്പിക് റീബോൺ. എന്റെ എന്തുവാടേ അത്. മനുഷ്യനെ കാണാൻ എന്നാ വയ്യാടാ. റിട്ടൺ ബൈ ആർ രാമാനന്ദൻ, റോജിൻ തോമസ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് സോങ്സ് രാഹുൽ സുബ്രഹ്മണ്യം. DOP നീൽ ഡി നീൽ പുറത്തവിടെയുള്ള മച്ചാനാന്ന് തോന്നട്ടെ ക്യാമറ ചെയ്തേക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനർ രാജീവൻ. ഫിലിം എഡിറ്റർ ആൻഡ് VFX എഡിറ്റർ. VFX ഡയറക്ടർ റോജിൻ തോമസ് തന്നെ. പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. VFX സൂപ്പർവൈസർ വിഷ്ണു രാജ്. ഹെഡ് ഓഫ് ടെക്നോളജി CJ സെന്തിൽ നാഥൻ. ആർട്ട് ഡയറക്ടർ അജി കുറ്റിയാണി. റാംപ്രസാദ്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശാലം ഗോപേഷ് ശരത്ത്. കോസ്റ്റ്യൂം അനീഷ് തൊടുപുഴ. മേക്കപ്പ് പ്രോഡക്ട്സ് സേവ്യർ. പ്രൊഡക്ഷൻ കൺട്രോൾ സിധു പനക്കൽ. ഓഡിയോഗ്രാഫി അജിത്ത് ജോർജ്. വിഷ്വൽ എഫക്ട്സ് ആൻഡ് ആനിമേഷൻ പോയറ്റിക് കമ്പനി ആയിരിക്കും. സൗണ്ട് ഡിസൈൻ സിംഗ് സിനിമ. എത്ര ഭാഷയുടെ ഇത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി, കന്നഡ, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഇന്തോനേഷ്യൻ, ജാപ്പനീസ്, ജർമ്മൻ. എൻ്റെ പൊന്നോ.
പക്ഷേ ട്രെയിലർ കൊള്ളാൻ കിട്ടില്ല സാധനവും എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ സംഭവം ഒന്നും പിടികിട്ടിയിട്ടില്ല. പ്രേതത്തിനെ പിടിക്കണ കത്തനാർ മാത്രമേ, കടമറ്റത്ത് കത്തനാർ പഴയ സീരിയൽ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. വേറെ കത്തനാറിൻ്റെ വലിയ കാര്യം ഇത് എന്തുവാണ് ഇത് ഇഷ്ടം പോലെ. എനിക്കധികം കാസ്റ്റിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ജയസൂര്യ ഉണ്ട്, അനുഷ്ക ഷെട്ടി ഉണ്ട്, ഇത്ര എനിക്കറിയുള്ളൂ. ഇപ്പൊ പ്രഭുദേവ, വിനീത്, സനൂപ് മച്ചാൻ പണ്ടെങ്ങാണ്ട് ഏതോ സിനിമയിൽ അവസാനം ഏതോ തൊലിഞ്ഞ പടം ചെയ്തിട്ടാണ് പോയത് പുള്ളി. ഏതെന്നാ കുട്ടികളുണ്ട് സൂക്ഷിക്കുക അങ്ങനെ എന്തോ പറഞ്ഞ സിനിമ, അതിൽ പുള്ളിയായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളിയും മറ്റേ ബാലഗണപതിയിലെ മച്ചാൻ അവർ രണ്ടുപേരും. അപ്പൊ സനൂപ് സിനിമയിലുണ്ട്, സനൂപ് നൈസായാ മതി, ദേവിക, അങ്ങനെ കുറെ പേര്, കോട്ടയം രമേശ് അണ്ണൻ. എന്താ ഇത്? പക്ഷെ ടു ബി ഓണസ്റ്റ് ഒരു കാര്യം പറയാം, പടത്തിന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റൂല. നല്ലതാണെങ്കിൽ എല്ലാവരും ഏറ്റെടുക്കും. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ പടം ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലടേ. എല്ലാ ഫുഡും എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഇല്ല. അപ്പോൾ ഇപ്പോൾ ആട് 3 എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് എനിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പടം ഇപ്പോൾ നല്ല കളക്ഷനും ഉണ്ട്, നല്ല ഹൗസ്ഫുൾ ഷോസിലെ പോകുന്നു, സന്തോഷം തന്നെ ഉള്ളൂ. ഈ സിനിമ നന്നാവട്ടെ, ഫിംഗേഴ്സ് ക്രോസ്ഡ്. പക്ഷേ സിനിമേൻ്റെ കാര്യമാണ്, എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ ഇരിക്കണം എന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം സിനിമ കാണാൻ പോകാൻ. അമിത പ്രതീക്ഷ ഒന്നും വെച്ചുകൊണ്ട് സിനിമ കാണാൻ പോകരുത്. അത് എങ്ങാനും പാളിപ്പോയി നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും. പടത്തിൻ്റെ ആ ഒരു ഗ്രാഫ് തന്നെ അങ്ങ് മാറും. സോ ദാറ്റ്സ് ഓൾ വിത്ത് വീഡിയോ. പിന്നെ ഞാൻ മറ്റേ ഇതിൻ്റെ ട്രെയിലറാണ് കേട്ടോ, വാഴ 2-ഉം ഇതിൻ്റെ മറ്റേ ഭരതനാട്യം എനിക്ക് ഒട്ടും വർക്കാവാത്ത സിനിമയാണ്. ആ ഒരു കോൺസെപ്റ്റും എനിക്ക് വർക്കായില്ല, സ്ക്രീൻ പ്ലേയും ബോറടിച്ചു, തിയേറ്റർ വിട്ടൊന്ന് ഇറങ്ങിയാൽ മതി എന്നായിപ്പോയ ഒരു സിനിമയത് ഭരതനാട്യം. അതിൻ്റെ സെക്കൻഡ് പാർട്ടുമ്പോൾ മോഹിനിയാട്ടം വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഒരു ഫണ്ണ്, എന്താ പറയുക, ഡാർക്ക് പരിപാടി അവന്മാർ പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ സിനിമ വരട്ടെ, അത് കണ്ടു നോക്കാം. പിന്നെന്താ, വാഴ വരട്ടെ, വാഴയും കണ്ടിട്ട് അഭിപ്രായം പറയുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ വിത്ത് കത്തനാർ. കൊള്ളാം, നല്ല ക്വാളിറ്റി പടം, ക്വാളിറ്റി ഫിലിം മേക്കിംഗ്, നല്ല കാശ് എറിഞ്ഞ് കണ്ണിന് കുളിർമഴയുള്ള ഇഷ്ടം പോലെ സാധനങ്ങൾ. നമുക്ക് കംപ്ലീറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള വക അവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ സാധനം കാണാൻ മനസ്സിലാവും. എന്തായാലും വരട്ടെ, ജയണ്ണൻ്റെ പടം. ഇതിനു വേണ്ടിയാണ് പുള്ളി 4 വർഷം എന്തോ കളഞ്ഞത്. നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പോകും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും ഏറ്റെടുക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ബൈ ബൈ.